വളരെ വളരെ പ്രസിദ്ധമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട 9 കുഞ്ഞുങ്ങൾ ദീർഘനാളത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ശേഷം ഇന്നവരാദ്യമായി ഈശോയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. ഒത്തിരിയേറെ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് അവർ ഈ ദിവസത്തെ സ്വപ്നം കണ്ട് ഇത്രയും കാലം ഇതിനു വേണ്ടി ഒരുങ്ങിയത്. ഇന്ന് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ മിശിഹാ സജീവനായി ജീവിക്കുന്ന ദൈവമായി എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കാതലായ ഒരു മാറ്റം സംഭവിക്കുകയാണ്. They become a different person. പരിശുദ്ധാത്മാവ് അവർക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. ഇതിൽ 7 കുട്ടികൾ ഇന്ന് ആദ്യമായിട്ട് കൺഫർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം അവരിൽ നിന്ന് ദൈവത്തിൽ നിന്ന് സൗജന്യമായിട്ടൊന്ന് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമുക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ലഭിക്കുന്ന ഈ ആത്മീയ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകൾക്കൊക്കെ കാർമ്മികത്വം വഹിക്കുന്നതായിട്ട് ജോസഫിനാണ്. നമുക്കറിയാം, ഹോറൻ പാർക്കിലെ നമ്മുടെ പള്ളിയുടെ വികാരിച്ചും പ്രത്യേകിച്ച് നമ്മളിങ്ങോട്ട് മാറുന്നവരെയും നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്നതെല്ലാം അച്ഛൻ്റെ പള്ളിയിൽ വെച്ചായിരുന്നു. നമുക്കൊരു വലിയ വലങ്കിയായിട്ട് ഒരു സഹകരണത്തോട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടുകൂടി സഹർഷം ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു.
ലേഖ്യങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങൾ അത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ. നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിവേചിക്കുവിൻ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാകുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ ശരീരം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു.
പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവനിത് പറഞ്ഞത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നീണ്ട കാലത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും പരിശീലനത്തിനും ശേഷമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇന്ന് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ഒപ്പം ബഹുമാനയുടെ വികാരിയച്ഛനെയും ഇവരുടെ മാതാപിതാക്കളെയും കാറ്റഗിസം ടീച്ചേഴ്സിനെയും മറ്റ് സഹോദരങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല മാതൃക കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം അവരിന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധരായി എത്തിയിരിക്കുന്നു. ഒപ്പം മറ്റുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും. ഞാൻ 1994 സെമിനാരി ചേർന്നു. 10 കഴിഞ്ഞ് സെമിനാരി ചേർന്നു. അതിനുമ്പോൾ സെമിനാരിലാണ് ചേർന്നത്. അവിടെ ഞങ്ങളുടെ അൾത്താരയ്ക്ക് മുൻപിൽ ഒരു പക്ഷിയുടെ പടം വെച്ചിട്ടുണ്ട്. പടമല്ല, അത് കുത്തി വെച്ച് പോകാം. നമ്മൾ സിമെൻ്റ് കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ച് പോകാം. ആദ്യമായി ചെല്ലുന്നത് എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇതെന്താണ്, നല്ലൊരു ദേവാലയത്തിൽ നല്ലൊരു ബലിപീഠത്തിൽ ഈ ചുമ്മാ പക്ഷിയുടെ പടമൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത് എന്തിന്? സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. അന്നേരം മനസ്സിലായി ഇതൊരു പെലിക്കൻ പക്ഷിയാണ്. പെലിക്കൺ. ഞാൻ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വായിച്ചു, അറിഞ്ഞു. അനാഫ്രിക്കയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ പക്ഷിയുണ്ട്. അവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് അതിന് അതിജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിലുണ്ട് ഈ പക്ഷി, പെലിക്കൺ. ഇപ്പം ഈ ആഫ്രിക്കയിലുള്ള പെലിക്കനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ പെലിക്കനും പ്രത്യേകതയുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമ്മറായി കഴിഞ്ഞാൽ ഭയങ്കര കൊടും ചൂട്, വെള്ളങ്ങളൊന്നുമില്ല, വെള്ളം കുടിക്കാനായിട്ടൊന്നുമില്ല പക്ഷികൾക്കൊന്നും. വളരെ ദയനീയമായ അവസ്ഥയാണ്. മഴ കുറവാണ് പൊതുവെ. പിന്നെ കാട്ടുതീ പിടിക്കും. അപ്പം ഈ സന്ദർഭങ്ങളിൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഈ പക്ഷികൾ അവരുടെ ഈ കൊക്കിൽ ശേഖരിച്ച് വയ്ക്കും. വലിയ കൊക്ക അവിടെ. സോ അവർക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ തേടിപ്പോകും. ചിലപ്പോൾ വെള്ളമൊന്നും കിട്ടത്തില്ല. ഉടനെ ഈ കാടിൻ്റെ തീയ്, ചൂട്, ഭയങ്കര അസ്വസ്ഥമായ ഒരു സമയമാണ്. അപ്പോൾ ഈ തള്ളപ്പക്ഷി ചെയ്യുന്ന ഒരു വലിയ ത്യാഗമുണ്ട്, ധീരമായൊരു കൃത്യമുണ്ട്. അത് സ്വന്തം ഹൃദയം, അത് നല്ല നീണ്ട ചുണ്ട, അപ്പോൾ അതുകൊണ്ട് കൊത്തി ഹൃദയം കൊത്തിയിട്ട് അത് അതിൻ്റെ രക്തം, ഈ ചുടിച്ചോര ഈ കുഞ്ഞിനൊഴിച്ചു കൊടുക്കും. അത് ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞ് ആ രക്തം കുടിച്ച് അതിജീവിച്ച് പറന്നു പോയി വേറെ സ്ഥലത്ത് ജീവിക്കും. ത്യാഗത്തിൻ്റെ വലിയൊരു ഓർമ്മ, സാക്രിഫൈസ്, ബലി എല്ലാം നമ്മൾ ഈ പക്ഷിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ചെയ്തതും ഇത് തന്നെയാണ്. നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയിട്ട് സ്വയം അവൻ കാൽവരിമലയിൽ ബലിയർപ്പിച്ചു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട് ഈശോ ബലിയർപ്പിച്ചു. നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, അതുപോലെ ലേഖനത്തിൽ വായിച്ചു കേട്ടു. ഈശോ അന്ത്യത്താഴവേള എന്താ ചെയ്തത്? അവൻ താൻ അർപ്പിക്കാനിരിക്കുന്ന ബലിയുടെ ഒരു പുനരവതരണം അവിടെ കാണിച്ചു കൊടുത്തു. അപ്പം എടുത്തു, വിഭജിച്ചു കൊടുത്തു, വീണ്ടെടുത്തു, വാഴ്ത്തി വിഭജിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു കൽപ്പന അന്ന് മുതൽ നമ്മൾ ഇതിനെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെസഹായുടെ ഓർമ്മയിൽ നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഒരു ബലിയാണ്, ഒരു ഭക്ഷണമാണ്, ഒരു കൂട്ടായ്മയുടെ വലിയൊരു അനുഭവം കൂടിയിട്ടാണിത്. അതാണ് യൂക്രിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ യൂക്രിസ്റ്റ് എന്താണ്? ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന എന്താ? കഴിഞ്ഞ ഒക്ടോബർ 10 നിങ്ങൾ വായിച്ചതുപോലെ സഭയ്ക്ക് വേറൊരു വിശുദ്ധനെ കിട്ടി. ഒരു വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസ്. ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ കാർലോസ് ചെയ്ത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് മാക്സിമം പങ്കെടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ പേര് കൗതുകരമായ കാര്യം അവൻ്റെ അമ്മയെ മാനസന്തരപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കൊച്ചു എല്ലാ ദിവസവും കുർബാനയുടെ കൂടി കുർബാന കാണാൻ പോകുന്നുണ്ട്. അമ്മയും കൂട്ടിട്ട് പോകും. അങ്ങനെ പയ്യെ അമ്മ ആദ്യമൊന്നും അധികം പള്ളിയിൽ പോയില്ലായിരുന്നു. പിന്നെ അങ്ങനെ മാനസന്തരപ്പെട്ട് വന്നു. ഇങ്ങനെ ഈ കാർലോയെ പോലെ നമുക്കും
ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെ മറ്റു കുർബാനയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. കുടുംബത്തിലാണേലും പള്ളിയിലാണേലും നമ്മൾ എവിടെ ജീവിച്ചാലും എവിടെ വ്യാപരിച്ചാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമായിട്ടും ദൈവത്തിൻ്റെ നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ കുർബാനയെ മാറുന്നത്. പ്രത്യേകം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ ഒരു ആത്മീയ തീക്ഷ്ണത എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. Lord Almighty God, we humbly pray you, fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and seek you out in adversity. Bless them to bear strong witness to you in life, and then after death to find the bliss of eternal happiness. Father, Son, and Holy Spirit forever. Amen. I will ask you a question, so you just answer them. Yes, I do. Being filled with the Holy Spirit and conformed in faith, do you desire to witness to Christ? May God bless you. നമ്മുടെ പരിശുദ്ധാത്മാവിനോട് ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മക്കളുടെ മേലും ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെല്ലാ വരങ്ങളാലും ദാനങ്ങളാലും ഈ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നതിന് വേണ്ടി തീക്ഷ്ണമായി ഹൃദയത്തിൽ ആഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സോ കുട്ടികളോട് സോ ദ ചിൽഡ്രൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് invoke the Holy Spirit. Please come down upon me. Pray to the Holy Spirit. Please come down upon me. Bless me with all the gifts and the graces of the Holy Spirit. Devarupi Snehajwaya Swargathil ninnum varu Adninadamai Lavya jeevana Yangalil vannu vaadidu Sweet
പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസരെ മുദ്രിതയാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You showered the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer this gift to these children, Father, Son, and the Holy Spirit forever. Amen. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit through the imposition of hands, to live as brave soldiers, bearing witness to the gospel, and as loyal servants of the church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, to your beloved Son, and to the Holy Spirit, now, always, and forever. Amen. Mary, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. Maria, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Rosie, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Mary, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Philo, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Teresa, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Ruth, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's harm. May they be blessed to exude the divine fragrance of Christ in their life. Amen.
In the name of the Father, and of the Son, and of the Holy Spirit. Philo. Mary is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Philo. Maria is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. In the name of the Father, and of the Son, and of the Holy Spirit. Rosie is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. In the name of the Father, and of the Son, and of the Holy Spirit. Mary is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Philo is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Teresa is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Ruth is adorned with the crown of life as the sign of spiritual joy and eternal bliss. May Christ, the light of the world, be your beacon all the way. Amen. പോസ്കോമെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, സമർപ്പിതന്മാരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന പ്രാർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പ്രത്യേകമായി ആദ്യമായി ഇന്ന് പരിശുദ്ധ കുർബാനയും സകലേവനവും സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വേണ്ടി, അവരുടെ മാതാപിതാക്കന്മാർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയും സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ സ്വകരാജ്യത്തോടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാൻ അടുത്ത രക്തം പാനം ചെയ്യാൻ ക്രിസ്തുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. Girls, please repeat after me. Soul of Christ, sanctify me. Body of Christ, save me. Blood of Christ, inebriate me. Water from the side of Christ, wash me. Passion of Christ, strengthen me. O good Jesus, hear me. Within your wounds, hide me. Separated from you, let me never be. From the evil one, protect me. At the hour of my death, call me. And close to you, bid me. That with your saints, I may be praising you forever and ever. Amen. In the grace of the Holy Spirit, bless these servants that they may glorify you in truth and spirit, Father, Son, and Holy Spirit, Lord of all forever. Amen. Lord be with us. May the intercession of the Blessed Virgin Mary, Saint Joseph, the holy apostles, our Father Saint Thomas, the confessors, saints, and all the blessed in the church, and of the patron saint of our parish, assist these children. May the life of witness of the saints after whom these children are named be their model. Amen. Let us bow down your head for the final blessing. Blessed be God who has raised us through the baptism to the status of the children of God. May He help you to live as the faithful sons and daughters of the church. Having received the Holy Spirit, you may become the dwelling missionary, bearing witness to the gospel, being supportive in dangers, consoling in sorrows, and helpful in triumphs. May He protect you always and until you reach the heavenly bliss that eyes have not seen, ears have not heard, and the heart has not yet enjoyed. May God make you worthy to be the hope of your parents, the light of your home and parish and family, an example of the service for the people. May He bless you with abundantly who has partaken in this sacred service, now, always, and forever. Amen. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യം സ്വീകരിച്ച എല്ലാ കുഞ്ഞുമക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഒപ്പം ഈ ഒരു നല്ല കർമ്മത്തിനെ അന്വേഷിച്ച നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛന് പ്രത്യേകമായിട്ട്
രക്ഷാകരണത്തിൽ പങ്കാളിയാകുവാൻ പരിശുദ്ധ കന്യാമരത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാലകളും എത്രയോ ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമയത്തിലാ ജീവിക്കുവാൻ ഞങ്ങളെ ക്ഷമിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും ആമേൻ. Please come forward, whose name is called Teslin Maria Alex. Rosina Jimmy Arikan. One second. Agnes Maria Cherian. മേച്ചിൽ പൂരങ്ങളിലൂടെ
children together. All the girls please come.
Today, all 9 of our beautiful little angels have received Jesus in the Holy Eucharist for the first time in their life. It's a great day for our entire parish. Let's offer them our prayers and heartfelt congratulations. Please give them a round of applause. This year, 2020, was a very challenging year for all of us because of the COVID pandemic, which left us with a lot of uncertainty. We didn't even know if we could go ahead with this event. However, God has blessed us in a very special way. So, here we are today. On this occasion, I would like to remember our beloved Bishop, Mar Bosco Patul. In the previous years, our kids were very lucky to receive the Holy Sacrament from him, but unfortunately this year we missed him all dearly. Even though we were in the midst of such a crisis, our dearest Father Abraham quickly came up with a suggestion to conduct the event in small groups. And as we all know, for the past 4 weeks, Father Abraham was totally involved with our children and the families leading this event. On this occasion, I would like to thank Abraham Achan and our parish for providing this opportunity for our children. I have to mention that I was very impressed by Achan's enthusiasm for passing on the Catholic faith to our young generation. He was always insisting on the religious formation of our children, and I'm sure you have all experienced that firsthand when we were witnessing the interviews of our children with Achan, and especially the valuable advices. I would also like to thank the priest who helped with the confessions. Also along with that, I'd like to thank our Kapya Joshi Chetan for organizing everything. Next, the very important one. Our thanks goes to our dearest resin teacher. Because of her, our children were well prepared to receive Jesus Christ today. We all know she has invested endless hours to prepare our children for this great day. She has been doing this for many years now, but as we all know, this year was particularly challenging for her. And in the midst of all that, she organized everything perfectly. I would like to mention especially the long hours of teaching she did in the weekends to cover all the lessons, the exams, making sure that the children knows all the prayers, putting up a prayer request board in the church with the picture of all the children, requesting prayers, communicating with the parents, organizing the groups, arranging the interviews and confessions, taking care of the offerings, organizing the beautiful tiaras and candle mementos. The list goes on and on. I want to express my heartfelt gratitude to Resin for dedicating her time for this important ministry. But on the background, I know she can't do this without the support of Tony Chetan and kids. I want to express my thanks to the entire family. Resin teacher, we cannot thank you enough for the unconditional love and dedication you have shown towards our children. Please give Resin teacher a big round of applause. Resin teacher, can you please come forward to receive a small token of our appreciation? Please come forward. My thanks goes in a very special way to Dina Chechi for being our spiritual support throughout the journey. Some of you may not be aware, but starting from the 22nd of October, Dina Chechi was leading a prayer intercession ministry for our children, along with the parents, to prepare our children for this big day. Thank you, Dina Chechi, for leading our children. I would like to thank the parish trustees and parish council for providing all the facilities in the church, as well as the catechism center. On this occasion, I thank the past and present catechism headmasters and catechism teachers who have spiritually molded our children throughout these years. Thank you all. Today's Holy Mass was enriched by the harmonious choir led by Riju and especially the singers Shija and Manoj. Thank you.
Special thanks to the altar boys for the assistance. I would also like to thank Shaijan for the photography, Matthew for the video, James Chetton for the food, which I'm sure is going to be delicious as always. I thank Anoop for the hall decoration. It's amazing. You'll get to see it soon. Last but not the least, I want to thank each and every parent of all the children in our group. I have to mention all the hard work behind the scenes for making this event successful. Because of time constraints, I can't mention each and everyone individually, but without your help and hard work, this wouldn't have been possible. So thank you so much. I thank all the godparents for their support and blessing. I also like to thank all our family and friends who couldn't physically be present here, but is supporting us through their prayers. I hope I have mentioned everyone in the list and I haven't left out anybody. Finally, dear children, weren't they amazing? Thank you all. You were following the instructions very well and you were so graceful today. You all did a great job. So give them a round of applause again. Please remember that Jesus has come into your hearts, so keep him always close with you. Thank you. First of all, I thank Almighty God for making this happen, even in this pandemic. Now I thank our priest, Father Abraham, for his guidance throughout this journey. I extend my sincere gratitude to our dear Resinante for all her hard work and dedication for preparing us to receive our first Holy Communion and Confirmation. I would also like to thank Dina Auntie for helping us prepare for our first confession. Thank you for your presence and blessings to make this a memorable event. Last but not least, I thank all our beloved parents for taking good care of us and preparing us for this day. Thank you.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതിനെ അവിടെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഇന്നത്തെ സന്തോഷം എന്നും നിലനിൽക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഇവരെ പരിശീലിപ്പിച്ചവരെ പ്രത്യേകിച്ച് ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ സമൃദ്ധമായിട്ട് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പങ്കെടുക്കുന്ന ഞങ്ങളിപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന ഈ കേക്ക് അത് അതിൻ്റെ മാതിരി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ അനുഭവമായി തീരുവാനിടയാകട്ടെ. ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. So you just all touch on the... Hold. If we can touch, otherwise no problem. Just extend your hand. Yeah, you can extend your hand like this. Just extend like that. Okay. Kay free ഉള്ളവരെ കൈ അടിക്കുക. Showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy knows where the stars falling, but for the showers we plead. Now girls can go and sit here at the place on the other side. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും
എനിക്കായി കരുതുന്ന